നമ്മുടെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ വന്ന വിവാദ പരസ്യം അത് നേരത്തെ എഡിറ്റോറിയൽ തള്ളിയിരുന്നു. പ്രത്യേകിച്ച് സുപ്രഭാതം, സമസ്ത. ഈ വിവാദ പരസ്യം പത്രത്തിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദീൻ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരസ്യം BJPക്ക് ഗുണം ചെയ്തുവെന്നാണ് കരുതുന്നത്. മുനമ്പം വിഷയത്തിലും സുപ്രഭാതം സ്വീകരിച്ച നിലപാടിൽ സമുദായത്തിനുള്ളിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും സൈനുൽ ആബിദീൻ പറഞ്ഞു. നമുക്ക് സൈനുൽ ആബിദീന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇന്നലെ സുപ്രഭാതത്തിൽ വന്ന ഒരു അഡ്വർടൈസ്മെന്റ് വല്ലാതെ വേദനിപ്പിച്ചതും പ്രയാസപ്പെടുത്തിയതുമാണ്. സത്യത്തിൽ അത് സുപ്രഭാതത്തിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെയാണ്. സന്ദീപ് വാര്യരുടെ മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? സത്യത്തിൽ ഇപ്പോൾ കൺവേർട്ട് ചെയ്യുന്നു ധാരാളം ആളുകൾ. നമ്മൾ എല്ലാ മതങ്ങളും പരസ്പരം സ്വീകരിക്കുന്നു. അതുപോലെ നല്ലതിലേക്കുള്ള ഒരു ചേഞ്ചിനെ ഉൾക്കൊള്ളാതെ ഇന്നലെ കൊടുത്ത ആ വാർത്ത, ആ അഡ്വർടൈസ്മെൻറ്റ് ആക്ച്വലി BJPക്ക് ഗുണകരമായി തീർന്നെന്നാണ് എല്ലാ തരത്തിലുള്ള വിലയിരുത്തലും. നമ്മുടെ മുനമ്പ് വിഷയം ഇങ്ങനെ സജീവമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചതിന് ശേഷം അത് വഖഫ് ഭൂമിയാന്ന് പറഞ്ഞ ലേഖനം വന്നപ്പോൾ കുറേ ആൾക്ക് ദുഃഖമുണ്ടായി. ആണോ അല്ലേ ഉള്ളതെന്നല്ല, അതിൻ്റെ പ്രസക്തി എന്ത് എന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. എന്ത് പറ്റി എന്നറിയില്ല. ഞങ്ങൾ മറ്റ് തലങ്ങളിലൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. തുടർന്ന് ഇത് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. വല്ലാതെ വേദനിപ്പിച്ചത് തന്നെയാണ്. നമുക്കിപ്പം AK അഭിലാഷ് ചേരുന്നുണ്ട്. AK അഭിലാഷ് ഇപ്പോൾ സുപ്രഭാതത്തിന്റെ വൈസ് പ്രസിഡന്റാണ് നമ്മളുമായി സംസാരിച്ചത്, സൈനുൽ ആബിദീൻ. ഈ സൈനുൽ ആബിദീൻ പറയുന്ന അനുസരിച്ച് 2 വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് LDF കൊടുത്ത പരസ്യം പ്രസിദ്ധീകരിച്ചത് വേണ്ടത്ര വിചാരങ്ങളില്ലാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൈനുൽ ആബിദീൻ പറയുന്നത്. അത് സമസ്തയുടെയും പത്രത്തിൻ്റെയും ഒക്കെ നിലപാടിന് വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ആ പരസ്യം എങ്ങനെ വന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തത്, ഈ മുനമ്പം വിഷയത്തിലടക്കം പത്രം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും വിരുദ്ധമാണ്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ പോളിസിക്കെതിരാണ് എന്നാണോ സൈനുൽ ആബിദീൻ പറഞ്ഞു വയ്ക്കുന്നത് അഭിലാഷ്? തീർച്ചയായിട്ടും സൈനുൽ ആബിദീൻ തുറന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായ വിഷയമായിരുന്നത് ഈ സുപ്രഭാതം പത്രത്തിൻ്റെ പരസ്യവുമായിരുന്നു. അതിൽ കൂടുതൽ ഈ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്തയ്ക്ക് ഇടയിലുള്ള ഭിന്നത, അഭിപ്രായ ഭിന്നതയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഈ സുപ്രഭാതം സ്വീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വലിയ തരത്തിൽ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഇവർക്കെതിരെയൊക്കെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ വിജയം നേടിയോടുകൂടി തന്നെ ആ വിഷയം ആറിത്തണുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ പാലക്കാട് വിഷയത്തിലും അതിന് സമാനമായ ഒരു പരസ്യം പുറത്തു വരികയും ചെയ്തത്. ഇത് UDFനെയും അതിനേക്കാളേറെ മുസ്ലിം ലീഗിനെയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ മുസ്ലിം ലീഗ് കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഈ സമസ്തയായ സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈനുൽ ആബിദീൻ പറയുന്നത് ഈ സന്ദീപ് വാര്യർ വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം വിശാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പരസ്യം, അത് പരസ്യമാണോ അതോ വാർത്തയാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ഈ പരസ്യം ഏതായാലും BJPക്ക് മാത്രമാണ് ഗുണം ചെയ്തതെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കാരണം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേരുകയും ഈ കാര്യത്തിൽ സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കാത്ത തരത്തിൽ അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ EK സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയുടെ പ്രതിനിധികളടക്കം പങ്കെടുത്തതിന് ശേഷമാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത്. അതൊരു പ്രമേയമായി പാസ്സാക്കുകയും ചെയ്തു. സർക്കാരിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന നിലയിൽ വന്നിരുന്നു. പക്ഷേ അതിന് വിഭിന്നമായി തന്നെ ഈ സമസ്തയുടെ തന്നെ ഈ മുഖപത്രമായ സുപ്രഭാതത്തിൽ അതിനെതിരെ ലേഖനം വരികയും ചെയ്തു. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ വഖഫ് ഭൂമി ഏതെങ്കിലും കാരണത്താൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആ ലേഖനത്തിൽ വന്നത്. ഇത് സമുദായത്തിനകത്തും അതോടൊപ്പം തന്നെ സുപ്രഭാതം മുസ്ലിം ലീഗിനകത്തൊക്കെ വലിയ പ്രയോഗിച്ചത് അത് സമസ്തയുടെ നിലപാടുമല്ലല്ലോ. അതായത് സമാധാന ശ്രമത്തിനു വേണ്ടി വഖഫിന്റെ ഭൂമി വിട്ടുകൊടുക്കാമെന്നുള്ളത് അംഗീകരിക്കാവുന്ന നിലപാടല്ല എന്നാണ് ഈ മുസ്തഫ മുണ്ടുപാറ അതിൽ എഴുതിയിരുന്നത്. അതാണ് സമസ്തയ്ക്കേറെ ദോഷം ചെയ്തതും. ലീഗും ഈ ബിഷപ്പ് ഹൗസിൽ പോയി, വരാപ്പുഴയിൽ പോയിട്ട്, അതിരൂപതയിൽ പോയിട്ട് മതമേലധ്യക്ഷന്മാരുമായിട്ടും ഒക്കെ കണ്ട കൂടിക്കാഴ്ച, ഇതൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന സമയത്തും പത്രം അങ്ങനൊരു നിലപാടെടുത്തതിൽ മാനേജ്മെന്റിന് അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ?
വഖഫ് ഭൂമി ബലി കൊടുക്കേണ്ടതല്ല ഒരു കാര്യമായിരുന്നു അവർ പറഞ്ഞു വെച്ചത്. പ്രധാനമായും ഇത് വലിയ തരത്തിൽ തർക്കത്തിനിടയാക്കി എന്നുള്ളതാണ്. കാരണം ഈ സമസ്തയുടെ നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇതിന് പ്രശ്നപരിഹാരത്തിനായി വേണ്ടുന്ന ഒരു നിർദ്ദേശങ്ങളൊക്കെ വെക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ തന്നെ മുഖപത്രത്തിൽ അതിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് സമുദായത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് തന്നെ ഭിന്നതകൾ സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കുന്നു തന്നെയാണ് പറയുന്നത്. കാരണം ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യം കൂടിയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ഭിന്നമായ ഒരു നിലപാട് സുപ്രഭാതത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതെന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിനെതിരെയാണ് ഇപ്പോൾ സൈനുൽ ആബിദീൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സമസ്തയുടെ അതായത് സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റായ ഹമീദ് ഫൈസി അമ്പലക്കടവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി ഇപ്പോൾ സമസ്തയുടെ ഭാഗത്തും ഉണ്ടാകുന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.